കുടുംബത്തിനും കൂട്ടുകാർക്കുമൊപ്പം പ്രകൃതി രമണീയമായ അന്തരീക്ഷത്തിൽ ആർത്തുലസിക്കാൻ ആനമല ഹോം സ്റ്റേ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ആനമല ഹോം സ്റ്റേ, തിരുവല്ലോമല. ചേലക്കര നിയോജക മണ്ഡലത്തിൽ സമഗ്രമായ വികസന കാഴ്ചപ്പാടുണ്ടെന്ന് UDF സ്വതന്ത്ര സ്ഥാനാർത്ഥി ശിവൻ വീട്ടിക്കുന്ന്. തിരുവല്ലോമല ആനമല ഹോം സ്റ്റേയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. ചേലക്കര നിയോജക മണ്ഡലത്തിലെ സമഗ്രമായ ഒരു വികസന കാഴ്ചപ്പാട് എനിക്കുണ്ട്. അതോടൊപ്പം തന്നെ വിവിധ തലങ്ങളിലുള്ള വിദഗ്ധരായ ആളുകളുടെയും ജനപ്രതിനിധികളുടെയും ഒക്കെ ഉപദേശ നിർദ്ദേശങ്ങൾ തേടിക്കൊണ്ട് ചേലക്കര നിയോജക മണ്ഡലത്തിൽ ഒരു വലിയ വികസന സ്വപ്നത്തോടു കൂടി തന്നെ മുന്നോട്ട് പോകാൻ വേണ്ട കാര്യങ്ങൾ ഒരു പദ്ധതി നമ്മുടെ മനസ്സിനകത്തുണ്ട്. അത്തരത്തിലുള്ള പദ്ധതികളുമായി പാക്കേജുകളുമായി നമ്മൾ മുന്നോട്ട് പോകും. ഈ ചേലക്കര നിയോജക മണ്ഡലത്തിൽ ഇവിടെ അതിരൂക്ഷമായ ഇപ്പോൾ വേനലാണ്. ചുറ്റും ഗായത്രിപ്പുഴയും ഭാരതപ്പുഴയും ഒക്കെ ചേർന്ന് നിൽക്കുന്ന പഞ്ചായത്തുകളാണ് നമ്മുടെ സമീപ പഞ്ചായത്തുകളുള്ളത്. കാലാകാലങ്ങളായി കഴിഞ്ഞ 30 വർഷമായി ഒരേ വർഷത്തിലെ ഒരേ മുന്നണിയിൽ ഭരിച്ച് MLAയും മന്ത്രിയുമായിരുന്ന ജനപ്രതിനിധികൾ അടിസ്ഥാന പ്രശ്നമായ കുടിവെള്ള കാര്യങ്ങളിൽ പോലും പരിഗണന കൊടുക്കാത്ത മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതിനൊക്കെ വലിയൊരു മാറ്റം വരുത്തുവാൻ വേണ്ടിയുള്ള പദ്ധതികളും മാസ്റ്റർ പ്ലാനുകളുമായി നമ്മൾ മുന്നോട്ട് പോകും. അതോടൊപ്പം തന്നെ ഇവിടെ കാർഷിക മേഖലയ്ക്ക് വലിയ ഊന്നൽ നൽകുന്ന ഒരു നിയോജക മണ്ഡലമാണ് ചേലക്കര. കർഷകരായ നമ്മുടെ ആളുകൾ അവരുടെ വിളവെടുപ്പ് അല്ലെങ്കിൽ കൃഷി ചെയ്ത് ആ വിളവെടുപ്പിന് വേണ്ടത്ര രീതിയിൽ അവരുടെ വിള ചെയ്തതിൻ്റെ അവർക്ക് അതിൻ്റെ വേതനം അല്ലെങ്കിൽ അതിൻ്റെ കൂലി ലഭിക്കുന്നില്ല എന്നുള്ളത് വലിയൊരു ഖേദകരമായ അവസ്ഥയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളിൽ വേണ്ടത്ര വലിയ ശ്രദ്ധ കൊടുക്കും. അതോടൊപ്പം തന്നെ ചേലക്കരയുടെ താലൂക്ക് ഹോസ്പിറ്റലിൽ വലിയ തോതിൽ അവിടെ സ്റ്റാഫിൻ്റെ കുറവും അതോടൊപ്പം ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ പ്രവർത്തനങ്ങൾ ഡയാലിസിസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ വളരെ ഒരു മെല്ലെ പോക്കിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. അതിനെല്ലാം തന്നെ സ്റ്റാഫിന് പാറ്റേണൊക്കെ നികത്തിക്കൊണ്ട് അവിടെ അതിൻ്റെ നിയമാനുസൃതമായ കാര്യങ്ങളൊക്കെ നിന്നുകൊണ്ട് ഹോസ്പിറ്റലിന് ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് രോഗികൾക്ക് ഇപ്പോൾ നമ്മുടെ ഈ പ്രദേശത്തുള്ള രോഗികളൊക്കെ വളരെ അടിയന്തര സാഹചര്യം നേരിടുന്ന ഘട്ടത്തിൽ തൃശ്ശൂർ മെഡിക്കൽ കോളേജുകളും അതുപോലെ തന്നെ സ്വകാര്യ മേഖലയിലാണ് ആശ്രയിക്കുന്നത്. അപ്പോൾ അതിനെല്ലാം തന്നെ ഒരു വലിയ പരിഹാരം നേടുന്ന കാര്യത്തിൽ പരിഗണന കൊടുക്കും. അതേപോലെ തന്നെ നമ്മുടെ യുവാക്കൾ വളരെയധികം ഉന്നത വിദ്യാഭ്യാസ നിലവാരത്തിൽ പഠിച്ച് വളർന്ന് ജോലിയില്ലാത്ത ആളുകൾ നിരവധിയുണ്ട്. അതേപോലെ തന്നെ ചെറുപ്പക്കാരായ ആളുകൾ സംരംഭം നൽകുന്ന പ്രവർത്തനങ്ങളും പദ്ധതികളുമൊന്നും രൂപകൽപ്പന ചെയ്തിട്ടില്ല. അതിനൊക്കെ വലിയ ഒരു പരിഗണന കൊടുത്തുകൊണ്ടുള്ള ഒരു കാര്യങ്ങൾ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ കാണും എന്നുള്ളത് കൂടി ഈ അവസരത്തിൽ പറയുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ കർഷകരായ അവരുടെ വിഷയത്തിൽ ഒന്നുകൂടി പറയുന്നു. ഇവിടെ വന്യമൃഗങ്ങളുടെ ശല്യം മൂലം, ആക്രമണം മൂലം ആളുകൾക്ക് അടക്കം ജീവനും സ്വത്തിനും ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. കാർഷിക വിളകൾ നശിപ്പിക്കുന്നുണ്ട്. അതിനൊക്കെ ഫെൻസിങ് അല്ലെങ്കിൽ സോളാർ ഫെൻസിങ് പോലെയുള്ള നടപടികൾ ചെയ്യേണ്ട കാര്യങ്ങൾ, കർഷകരുടെ സംരക്ഷണത്തിന് വേണ്ട കാര്യങ്ങളിൽ ഇടപെടലുകൾ വളരെ കുറവാണ് എന്നുള്ളതും വളരെ ശ്രദ്ധേയമായി എടുത്തു പറയേണ്ടതായ കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഒട്ടനവധി കാര്യങ്ങളിൽ വളരെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വിദഗ്ധരുമായും ആലോചിച്ചും ജനപ്രതിനിധികളും ഇവിടുത്തെ വോട്ടർമാരുടെ എല്ലാം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അനുസരിച്ചുകൊണ്ടുള്ള ഒരു പദ്ധതിക്കും മാസ്റ്റർ പ്ലാനുകൾക്കുമാണ് നമ്മൾ വലിയ പരിഗണന കൊടുക്കുക.
വേനൽക്കാലത്തും മറ്റും ജനങ്ങൾ അനുഭവിക്കുന്ന കുടിവെള്ള പ്രശ്നത്തിനും കർഷകരുടെ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണും. ചേലക്കര താലൂക്ക് ആശുപത്രിയിലെ ജീവനക്കാരുടെ കുറവ് നികത്തി ഡയാലിസിസ് യൂണിറ്റ് ഉൾപ്പെടെയുള്ളവയുടെ മെല്ലെപ്പോക്ക് അവസാനിപ്പിക്കും. യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ നൽകും. പരമ്പരാഗത തൊഴിൽ ചെയ്യുന്നവർക്കായി നൂതന പദ്ധതികൾ ആസൂത്രണം ചെയ്യും. വന്യമൃഗ ശല്യത്തിനെതിരെ നടപടികൾ സ്വീകരിക്കും. ടൂറിസം സാധ്യതയ്ക്ക് മുൻഗണന നൽകിക്കൊണ്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കും. ഉന്നമനമില്ലാത്ത ഉന്നതികളുടെ പരിതാപകരമായ അവസ്ഥയ്ക്ക് പരിഹാരം കണ്ട് അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തും. വേനൽക്കാലത്തെ അതിയായ ചൂടിലുണ്ടാകുന്ന തീപിടുത്തമടക്കമുള്ള അപകട സാധ്യതകളെ മുൻനിർത്തി ഫയർ സ്റ്റേഷൻ ആരംഭിക്കാനുള്ള നടപടി സ്വീകരിക്കും എന്നും ശിവൻ വീട്ടിക്കുന്ന് പറഞ്ഞു. LDFന്റെ വികസന മുരടിപ്പ് അതിന്റെ പുറകിൽ നിൽക്കുന്നതാണ് ഇപ്പോൾ പറഞ്ഞു വന്നത്. എന്തെങ്കിലും മുന്നിപ്പ് വന്നാൽ ഈ പ്രൊജക്റ്റ് ആയിട്ട് അങ്ങനെ എന്തെങ്കിലും മനസ്സിൽ കണ്ടിട്ടുണ്ടോ? ജനങ്ങൾ വോട്ട് ചെയ്ത് അതൊക്കെ മുന്നിൽ വെക്കുന്നുണ്ടോ? നമ്മുടെ ചുറ്റും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഗായത്രിപ്പുഴയും ഭാരതപ്പുഴയും അതുപോലെ തന്നെ മലകളും തോടുകളും നീർച്ചാലുകളും തടയണകളുമൊക്കെയുള്ള ഒരു വലിയ ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ ഒരു പ്രകൃതി രമണീയമായ നല്ലൊരു സ്ഥലങ്ങൾ ഉൾപ്പെടുന്ന ഒരു പ്രദേശമാണ് നമ്മുടെ നിയോജക മണ്ഡലത്തിലെ പല ഭാഗങ്ങളിലും. ഫോറസ്റ്റ് ഉൾപ്പെടെയുള്ള അവിടങ്ങളിലൊക്കെ നമ്മൾ മഴക്കാലവും അല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ പോകുന്ന വളരെ പ്രകൃതിക്ക് അനുഗ്രഹീതമായ സ്ഥലമാണ്. അതുപോലെ തന്നെ ഇവിടെ ആരാധനാലയങ്ങളുണ്ട്, പള്ളികൾ, അമ്പലങ്ങൾ. അപ്പോൾ അത്തരത്തിലുള്ള ടൂറിസം പാക്കേജിന് വലിയ സാധ്യതകളുള്ള ഒരു പ്രദേശമാണ് ചേലക്കര നിയോജക മണ്ഡലം. അങ്ങനെ മറ്റു മേഖലകളിലൊക്കെ അല്ലെങ്കിൽ മറ്റ് അസംബ്ലികളിലൊക്കെ ഇത്തരത്തിലുള്ള സാധ്യതകളെ അവർ പ്രയോജനപ്പെടുത്തുമ്പോൾ നമ്മുടെ അസംബ്ലികൾ തീർത്തും ഈ രീതിയിലുള്ള ഒരു ഗവൺമെൻറ്റിന് വരുമാനം കിട്ടുന്ന തലത്തിലും നികുതി കിട്ടുന്ന തലത്തിലേക്കും അതല്ലെങ്കിൽ കുറച്ച് ആളുകൾക്ക് ജോലിയും അതോടൊപ്പം തന്നെ മാനസികമായി ഉല്ലസിക്കുന്നതിന് വേണ്ടി മാനസികമായ ആളുകൾക്കൊരു സന്തോഷം ഒക്കെ ലഭിക്കുന്ന തരത്തിലുള്ള ഈ ടൂറിസം പാക്കേജിനൊക്കെ വലിയ സാധ്യതകൾ കൊടുത്തുകൊണ്ടുള്ള ഒരു പദ്ധതികൾക്കൊക്കെ നമ്മൾ രൂപകൽപ്പന ചെയ്യും. നമ്മുടെ ദലിത് ഉന്നതികളിൽ അല്ലെങ്കിൽ പട്ടികജാതി ഉന്നതികളിലൊക്കെ ഇന്നും അവസ്ഥ വളരെ പരിതാപകരമായ ഒരവസ്ഥയാണ്. പ്രത്യേകിച്ച് ഞാൻ ഉൾപ്പെടെ ഞാൻ വസിക്കുന്ന വീട്ടിക്കുന്ന് എന്ന് പറയുന്ന ഉന്നതിയിൽ വളരെ രൂക്ഷമായ കുടിവെള്ള പ്രശ്നം ഉണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ കഴിഞ്ഞ ഗ്രാമപഞ്ചായത്ത് 2020-25 ഞാൻ ജനപ്രതിനിധിയായിരുന്ന സമയത്താണ് അവിടെ നമ്മൾ വീണ്ടും ഒരു പ്രൊജക്റ്റ് വെച്ച് അവിടെ പുതിയ ഒരു കുടിവെള്ള പദ്ധതി അവിടെ കൊണ്ടുവന്നത്. അപ്പോൾ ഒരു പരിധി വരെ നമ്മളതിൻ്റെ പരിഹാരം നേടുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തു. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നു, ഞാൻ അറിയുന്നു, പല മേഖലകളിലൂടെ സഞ്ചരിക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരു പഞ്ചായത്ത് എടുത്ത് പറയുന്നില്ല, മുഴുവൻ പഞ്ചായത്തുകളിലൂടെ ഞാനിപ്പോൾ സഞ്ചരിച്ചു. ആ പഞ്ചായത്തുകളിലൂടെയൊക്കെ പോകുമ്പോൾ കുടിവെള്ളത്തിൻ്റെതായ അടിസ്ഥാന പ്രശ്നങ്ങൾ ഉന്നയിക്കുന്ന ഉന്നതികൾ ആ കോളനി ഉന്നതികളിലൊക്കെ ഇപ്പോഴും അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ അവരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ ഇപ്പോഴും പാതി വഴിയിൽ നിലനിൽക്കുന്ന ഒരവസ്ഥ ഉണ്ട് എന്നുള്ളത് ഞാൻ സൂചിപ്പിക്കാൻ അവസരം. നമ്മളിപ്പോൾ നമ്മുടെ ഇടങ്ങളിൽ തീപിടുത്തം പോലുള്ള പ്രത്യേകിച്ച് വേനലൊക്കെ ആകുമ്പോൾ വലിയ തോതിൽ അങ്ങനെ ഒരു അപകട സാധ്യതയും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ ഈ സമയത്ത് നമുക്കൊരു ഫയർ സ്റ്റേഷൻ്റെ ഒരു കുറവ്, ഒരു ന്യൂനത എന്ന് പറയുന്നത് വലിയ ഒരു വിഷയം തന്നെയാണ്. ഇപ്പോൾ തൊട്ടടുത്ത് വടക്കാഞ്ചേരിയും ആലത്തൂരും മാത്രമുള്ള ഷൊർണൂരും ഒക്കെ ഉള്ളതാണ് നമ്മുടെ ഒരു അറിവ്. അപ്പോൾ ഒരു ഫയർ സ്റ്റേഷൻ ചേലക്കര നിയോജകമണ്ഡലത്തിൽ ഏറ്റവും അനിവാര്യമായ ഒരു കാര്യമാണ് എന്നുള്ളത് കൂടി ഈ അവസരത്തിൽ ഞാൻ പറയുന്നു. ചിഹ്നം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ലഭിച്ചതോടെ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജിതമാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രചരണത്തിന്റെ കാര്യത്തിൽ വലിയ തോതിൽ നമ്മൾ ഇപ്പോൾ മുന്നിലാണ്. നേരത്തെ ഈ പറഞ്ഞതുപോലെ ഞാനൊരു UDF സ്വതന്ത്ര സ്ഥാനാർത്ഥി ആയതുകൊണ്ട് ചിഹ്നം കിട്ടുന്ന കാര്യത്തിൽ കുറച്ച് വൈകി. അറിയാലോ, സ്വാഭാവികമായിട്ടും സ്വതന്ത്ര സ്ഥാനാർത്ഥികൾക്ക് ചിഹ്നം വൈകും എന്നുള്ളത് കാര്യം എല്ലാവർക്കും അറിയാലോ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു കുറച്ച് ദിവസങ്ങൾ, 1-2 ദിവസങ്ങൾ നമ്മളൊന്ന് പുറകിലായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അതൊക്കെ തന്നെ ചിഹ്നം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് ലഭിച്ചു. നമ്മൾ വളരെയധികം മുന്നോട്ട് പോവുകയാണ്. ചേലക്കര നിയോജക മണ്ഡലത്തിൽ UDF മത്സരിക്കുന്നത് LDFനെതിരെയാണെന്നും BJPയെ കണക്കാക്കുന്നില്ലെന്നും വിജയം സുനിശ്ചിതമാണെന്നും സ്ഥാനാർത്ഥി വ്യക്തമാക്കി. LDF തന്നെയാണ്, LDFനോട് തന്നെ ഞങ്ങൾ ഫൈറ്റ്. BJPയോടെ അല്ല, ഞങ്ങൾ LDFനോട് തന്നെയാണ് ഞങ്ങൾ ഫൈറ്റ്. കാരണം അത് സംശയമില്ല, അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഈ ചേലക്കരയിൽ നിന്നും മുമ്പ് നാട്ടുകാരൊക്കെ മത്സരിച്ചിട്ടുണ്ട്, ഇല്ലെന്നല്ല പറഞ്ഞു.
പക്ഷേ ഈ നാട്ടുകാരൻ എന്ന നിലയ്ക്ക് ഒരു വലിയ സ്വീകാര്യത ലഭിക്കുന്നുണ്ട്. അപ്പോൾ അത് പ്രവർത്തനത്തിനും എല്ലാം വളരെ ആക്കം കൂട്ടുന്ന കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പരിചയപ്പെടുത്തേണ്ട ആവശ്യകത ഇല്ലാത്തത് കൊണ്ട് വളരെ അധികം അക്കാര്യത്തിൽ ഒരു നല്ല വ്യക്തിപരമായും മറിച്ച് മുന്നണിയുടെയും വലിയ പ്രതീക്ഷയോട് കൂടിയാണ് പോകുന്നത്. മാത്രമല്ല 10 വർഷക്കാലം എടുത്തു പറയേണ്ട ഒരു കാര്യം, 10 വർഷക്കാലം ഗവൺമെന്റിനെതിരെയുള്ള ശക്തമായ ഒരു വികാരം, എതിർപ്പ് നിലനിൽക്കുന്നുണ്ട്. അതെല്ലാം തന്നെ ആളുകൾ അല്ലെങ്കിൽ എന്താ പറയുക, ജനഹൃദയങ്ങളിൽ അതിനോടുള്ള വിയോജിപ്പ് ഉണ്ട്. ആ വിയോജിപ്പൊക്കെ ജനാധിപത്യ ചേരിയിൽ നിൽക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് എനിക്കത് ലഭിക്കും എന്നുള്ള വലിയ പ്രതീക്ഷയോടെയുള്ളത്, വലിയ ശുഭപ്രതീക്ഷയോടുകൂടെ തന്നെ വിജയം ഉറപ്പാണ് എന്നുള്ളത് കൂടി പറയാൻ ആഗ്രഹിക്കുക. പ്രകൃതി രമണീയമായ അന്തരീക്ഷത്തിൽ മികച്ച അതിഥി മന്ദിരമായി തിരുവില്ലാമലയിലെ ആനമല ഹോം സ്റ്റേ. കുട്ടികൾക്കും മുതിർന്നവർക്കും ഉല്ലസിക്കാൻ അന്താരാഷ്ട്ര നിലവാരമുള്ള നീന്തൽക്കുളവും വിനോദ നിമിഷങ്ങൾക്കായി ഒന്നാന്തരം പാർക്കും നൂതന ഗെയിമുകളും. പഴമയും പുതുമയും സംഗമിക്കുന്ന ആഫ്രിക്കൻ ടെന്റ് ഉൾപ്പെടെയുള്ള അതിവിപുലമായ താമസ സൗകര്യങ്ങൾ, കൂടാതെ തനത് കൈത്തറി വസ്ത്രങ്ങൾ ഒരുക്കുന്നതിന് പരമ്പരാഗത തറികളും, വിവാഹം, മറ്റാഘോഷങ്ങൾ, ബിസിനസ് മീറ്റിംഗുകൾ എന്നിവയ്ക്കായി AC, non-AC ഹെറിറ്റേജ് ഹാളുകൾ. വ്യത്യസ്ത രുചിലോകവുമായി നാടൻ വിഭവങ്ങൾ ലഭ്യമാക്കുന്ന ടേക്ക് എ ബ്രേക്ക് കഫേ തിരുവില്ലാമലയും ആനമല ഹോം സ്റ്റേയിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. ആനമല ഹോം സ്റ്റേ, കാട്ടുകുളം, തിരുവില്ലാമല. ഫോൺ 9845128760.